ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് വാങ്ങിച്ച കുറച്ച് സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് ഐറ്റംസ് ആണ്. അതിൽ കുറേ പ്രൊഡക്ട്സ് ഇന്ത്യൻ പ്രൊഡക്ട്സ് ആണ്. പക്ഷേ നമുക്ക് ഇവിടെ യു എയിൽ ഭയങ്കര വിലയുണ്ട്. ഞാൻ നേപ്പാൾ വഴി ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രത്തോളം പ്രൊഡക്ട്സ് ആണ് ഞാൻ വാങ്ങിച്ചത്. ഇതെല്ലാം സ്കിൻ കെയർ ഐറ്റംസിൽ വന്നതും ഇത് മേക്കപ്പ് ഐറ്റംസിൽ വന്നതുമാണ്. ഇതെല്ലാം എസൻസിൻ്റെ ആണ്. ഇതിൽ ഇവിടുത്തെ ബ്രാൻഡ് ഉണ്ട്, ഇന്ത്യൻ ഉണ്ട്, പിന്നെ ഏതാ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡാണ് കൂടുതലായിട്ടുള്ളത്. ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഇത് നൂണിന്ന് ഞാൻ ഓർഡർ ചെയ്തതാണ്. ഈ വിഷ് കെയറിൻ്റെ അണ്ടർ ആം റോളോനാണ്. കാരണം എനിക്ക് നല്ലോണം പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ഇതിൽ 5% AHA, 3% കോജിക് ആസിഡ്, ഹൈലറോണിക് ആസിഡ്, ലിക്കറസ് ആൻഡ് സിക്കാവൻ ഉണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം. 50 ml പ്രൊഡക്റ്റാണ്. ഒരു അക്വ ഫ്രേഗ്രൻസ് ആണ്. അങ്ങനെ ഭയങ്കര നല്ല ഫ്രേഗ്രൻസ് ഒന്നും അല്ല. ഞാൻ യൂസ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ ഇതിൻ്റെ ഇടാം കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് ഇതാണ്. ഇത് ഡോക്ടർ റാഷലിൻ്റെ വൈറ്റമിൻ സി ഫേസ് സിറമാണ്. ഇത് ഇന്ത്യൻ പ്രൊഡക്റ്റ് അല്ല, പക്ഷേ ഇവിടുത്തെ ആണോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ്. പുള്ളിക്ക് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ റിസൾട്ട് കണ്ടുകൊണ്ട് ഞാൻ വാങ്ങിപ്പിച്ചതാണ് ആളെ കൊണ്ട്. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്. ഇത് വൈറ്റമിൻ സി സിറമാണ്. എനിക്കറിയില്ല എത്രത്തോളം വർക്ക് ആവുമെന്നോ. എന്ന് വെച്ചാൽ ഓരോ പ്രൊഡക്ട്സും ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. ചിലർക്ക് വർക്കാകും, ചിലർക്ക് വർക്കാവില്ല. എൻ്റെ ഫ്രണ്ടിന് വർക്കായി, എനിക്ക് വർക്കാകില്ല ഞാൻ നോക്കിയിട്ട് പറയാം. ഭയങ്കര അടിപൊളി സ്മെല്ലാണ്. ഇത് കുടിക്കാൻ തോന്നുന്നു, അങ്ങനത്തെ ഒരു മാതിരി സ്മെല്ലാണ് ഇതിന് വന്നത്. ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഇടുന്നതാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ 10% നയസിനമൈഡ് സിറം. ഇത് കാണാൻ നമ്മുടെ ഓർഡിനറിയുടെ ഒരു ഡ്യൂപ്പ് എന്തോ ഒരു സിറം പോലെ ഇരിക്കും. അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അതിൻ്റെ ആഡിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ള ഒരു പിങ്ക് കളറിലെ സിറം. നല്ല രസമുള്ളൊരു പാക്കേജിങ് ആണ്. പക്ഷേ 30 ml ആണ് വരുന്നത്. നല്ലൊരു പിങ്ക് കളറാണ്. ടെക്സ്ചറൊക്കെ കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ അബ്സോർബ് ആകുന്നുണ്ട്. സ്മെല്ലൊന്നുമില്ല. ഇത് ഫ്രാഗ്രൻസ് ഫ്രീ പ്രൊഡക്റ്റ് ആണ്. യൂസ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ പറയാം. സ്കിൻ കെയറിൽ തന്നെ ലാസ്റ്റ് 2 ഐറ്റമാണ്. ഈ ഡോട്ട് ആൻഡ് കീയുടെ തന്നെ 2 സൺസ്ക്രീനാണ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരെണ്ണം വാട്ടർ മെലനും ഒരെണ്ണം ബ്ലൂബെറിയാണ്. ഒരെണ്ണം കൂളിംഗ് വന്ന സൺസ്ക്രീനാണ്, ഒരെണ്ണം ബാരിയർ റിപ്പയർ ആണ്. ഇവിടെ വന്നിട്ട് എൻ്റെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് പോലെ എനിക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ ഡ്രൈ ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര ഓയിലി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരു ബാരിയർ റിപ്പയറും, ഇത് ഡ്രൈ സ്കിന്നിന് പറ്റിയതാണ്. സ്കിൻ റിപ്പയർ ചെയ്യാൻ നല്ലതാണ്. ഇത് വാട്ടർ മെലൻ ഓയിലി കോമ്പിനേഷൻ സ്കിന്നിന് നല്ലതാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ വെതർ ചേഞ്ച് ആവുന്നതനുസരിച്ച് നമ്മുടെ സ്കിൻ ടൈപ്പ് മാറിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാൻ പോകുന്നത് ഈ ബ്ലൂ കളറിലെ ബ്ലൂബെറി സൺസ്ക്രീനാണ്. പാക്കേജിങ് നല്ല രസമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡോട്ട് ആൻഡ് കീ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡാണ്. അതുകൊണ്ട് നല്ല രസമുള്ളൊരു പാക്കേജിങ് ആണ്. നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. കഴിപ്പ് ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല. ഇതും ഫ്രാഗ്രൻസ് ഫ്രീ പ്രൊഡക്റ്റാണ്. ഇത്രത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. ടെക്സ്ചർ എങ്ങനെയെന്ന് നോക്കാം. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ട്. ഒന്നും തോന്നുന്നില്ല. പെട്ടെന്ന് ഒരു 10 സെക്കൻഡ് പോലും വേണ്ട, പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നമ്മുടെ സ്കിൻ റിപ്പയർ ചെയ്യും. ബ്ലൂബെറി വന്നുണ്ട്, പിന്നെ സെറമൈഡ് വന്നുണ്ട്, ഹൈലറോണിക് ആസിഡാണ് ഇതിനകത്ത് വന്നുണ്ട്. ഇത് 80 ഗ്രാമിൻ്റെ പ്രൊഡക്റ്റാണ്. അടുത്തത് ഈ വാട്ടർ മെലൻ കൂളിംഗ് സൺസ്ക്രീനാണ്. ഇത് വാട്ടർ മെലൻ സൺസ്ക്രീൻ. ഇത് ഭയങ്കര കൂളിംഗ് ആയിട്ടുള്ള സൺസ്ക്രീൻ. ഞാൻ റിവ്യൂ എല്ലാം കണ്ടില്ല. അവർ പറയുന്നത് ഭയങ്കര കൂളിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ്. ട്രൈ ചെയ്ത് നോക്കാം. ബ്ലൂബെറി കുറച്ചുകൂടി തിന്നാണ്. ഇത് കുറച്ചുകൂടി തിക്കല്ല, പക്ഷേ കമ്പയർ ടു ബ്ലൂബെറി ഇത് കുറച്ച് തിക്കർ സൈഡാണ്. നല്ലോണം ബ്ലെൻഡ് ആവാണ്ട് ഒരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ ഉണ്ട്. ഞാൻ ഇതുവരെ എൻ്റെ ഫേസിൽ യൂസ് ചെയ്ത് നോക്കിയില്ല. യൂസ് ചെയ്തിട്ട് ഞാൻ റിവ്യൂ പറയാവേ. ഓക്കെ, ഇപ്പോൾ സ്കിൻ കെയറിലെ എല്ലാ ഐറ്റംസ് കഴിഞ്ഞ് ഞാൻ മേക്കപ്പിലേക്ക് പോകാം. മേക്കപ്പ് എന്ന് പറയാൻ മാത്രമില്ല, ആകെ 4 പ്രൊഡക്ട്സ് ആണ്. ഒരു ഐബ്രോ പെൻസിൽ, ഒരു ഐബ്രോ മസ്കാര, ഒരു വൈറ്റ് കാജൽ ഞാൻ വാങ്ങിച്ച്. അതെന്തിനാണ് ഞാൻ വാങ്ങിച്ചത് എനിക്കിപ്പോൾ നല്ല റിഗ്രറ്റ് ഉണ്ട്. പിന്നെ ഒരു മസ്കാരയാണ് ഞാൻ വാങ്ങിച്ചത്. അത് എല്ലാ എസൻസിൻ്റെ ആണ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സ് ആണ്. ഇതിൽ ഒരു മസ്കാര വന്നിട്ടുണ്ട്, ഒരു ഐബ്രോ മസ്കാരയും വന്നിട്ടുണ്ട്, ഒരു ഐബ്രോ പെൻസിലും, ഇതൊരു വൈറ്റ് കാജലാണ്. ഞാൻ ഈ ഐബ്രോ പെൻസിൽ കാണിച്ചു തരാം. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഹേസൽനട്ട് ബ്രൗൺ ആണ്. ഞാൻ ഓൾറെഡി ഇപ്പോൾ എൻ്റെ ഐബ്രോസ് ഞാൻ ഇത് വെച്ചാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അത് കൊള്ളാം. ഒരു ബ്രൗണും ഗ്രേയും മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. എൻ്റെ ഐബ്രോസ് അത്യാവശ്യം കുറച്ച് തിക്കാണ്. ഞാൻ അങ്ങനെ ത്രെഡ് ചെയ്യാറില്ല. എനിക്കങ്ങനെ ത്രെഡ് ചെയ്യാൻ ഇഷ്ടമല്ല. ഇടയ്ക്ക് ഞാൻ ഈ ലെങ്ത്തിൻ്റെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കും. ഒരു സ്പൂടി വെച്ച് ചീകിയിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കും. എനിക്കിഷ്ടപ്പെട്ട്. ഒത്തിരി അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ടില്ല. ചില ബ്രൗൺ എന്ന് പറയുമ്പോൾ ഒത്തിരി അങ്ങോട്ട് ഭയങ്കര ഡാർക്കായിട്ട് തോന്നും. ഇതൊരു നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ട്. പക്ഷേ ചീസാണ്, അത്ര വലിയ ഗുണമൊന്നുമില്ല. ചെയ്യാൻ ഇങ്ങനെ പറ്റും, പക്ഷെ അത്ര കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. ഷെയ്ഡ് വന്നിട്ട് ഹേസൽനട്ട് ബ്രൗൺ. ഇതിന് 5 ദിർഹമാണ് ആയത്.
നെക്സ്റ്റ് പ്രൊഡക്റ്റാണ് ഈ കാജൽ. ഇതിങ്ങനെയാണ് വന്നത്. കുറേ ഷെയ്ഡുണ്ട്. ഒരുമാതിരി ഗ്രീൻ ഉണ്ട്, ഒരു ബ്ലൂ ഉണ്ട്, പിന്നെ വേറെ എന്തോ കളർ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ടിട്ടായി വൈറ്റ് വാങ്ങിച്ചതെന്ന്. ഇത് നല്ല പിഗ്മെൻറ്റഡ് ആണ്, പക്ഷേ ഞാൻ ഇട്ട് നോക്കിയിട്ട് ഒരുമാതിരി ഭൂതത്തിനെ പോലെ ഇരിക്കുക, അതുകൊണ്ട് ഞാൻ പിന്നെ ഇട്ടിട്ടില്ല. ഇതെനിക്ക് ട്രൈ ചെയ്ത് നോക്കണം, പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കൊള്ളത്തില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് വൈറ്റ് കളറാണ്, ഷെയ്ഡ് വന്നിട്ട് വൈറ്റ്. അടുത്ത പ്രൊഡക്റ്റ് വേണ്ടി ഈ മസ്കാരയാണ്. ഇത് ഐബ്രോ മസ്കാരയാണ്. ഐബ്രോസ് നല്ല പശ തേച്ച് ഒട്ടിച്ച പോലെ അവിടെ തന്നെ ഇരുന്നോളും. പിന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഐലാഷസിലും യൂസ് ചെയ്യാം. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് പറയാം. ഇത് കൊള്ളാം, ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ഇതാണ്. ഷെയ്ഡ് വന്നിട്ട് ഷെയ്ഡൊന്നും ഇല്ല ഇതിന് 10-12 എന്തോ ദർഹമാണ്. ഇതിന് സെൻസിൻ്റെ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. കൊള്ളാം. ലാസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഈ മസ്കാര. ഇത് കുറച്ച് നല്ലൊരു ചക്ക പോലെയുണ്ട്, കണ്ടിട്ടൊക്കെ ഉണ്ട്, നല്ല ഉണ്ടയായിട്ടിരിപ്പുണ്ട്. തുറന്നു നോക്കാം. എനിക്കൊന്നും ഭയങ്കര വോളിയം തന്നെ ഇതാണ്. ഇത് വാട്ടർ പ്രൂഫാണ്. ഗെറ്റ് ബിഗ് ലാഷസ് വോളിയം ബൂസ്റ്റ് വാട്ടർ പ്രൂഫ് മസ്കാര, സ്മച്ച് പ്രൂഫാണ്. 12 ml ആണ് വന്നത്. ഇതിന് എന്തോ 12 or 14 ദിർഹമാണ് ആയത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ലാസ്റ്റ് പ്രൊഡക്റ്റ്. എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം തോന്നണമെങ്കിൽ അങ്ങോട്ട് ഷെയറും ചെയ്ത്, എനിക്ക് വലിയ വിരോധമൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എപ്പോഴെങ്കിലും കാണാം. ഓക്കെ, ബൈ ബൈ ബൈ.